ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു മോൾഡും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിലും പുൽക്കൂടിലും ഒക്കെ തൂക്കിയിടാൻ പാകത്തിന് ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റാറിനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കവിടെ ഒരു ഷേപ്പ് കിട്ടും. അതനുസരിച്ച് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ 2 സ്റ്റാറാണ് നമുക്ക് വേണ്ടത്. 2 എണ്ണം നമ്മളിതുപോലെ പ്രസ് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ സ്റ്റാർ മാത്രമല്ല കേട്ടോ, ക്രിസ്മസ് ബെല്ലും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ബെല്ലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ ഒന്ന് കാണണേ. അങ്ങനെ ഞാനിവിടെ 2 സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ വേസ്റ്റ് വന്നില്ലേ പീസ്, അതിനെ ഒന്ന് എടുക്കാം. അത് കറക്റ്റ് ഷേപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാറിൻ്റെ മിഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലൂടെ ഒരു പീസും കൂടെ, ഇങ്ങനെ 2 പീസ് ഇതിൻ്റെ മിഡിലിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ ഫ്ലാറ്റായിട്ടിരിക്കാതെ ഇച്ചിരി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഒരു 3D ഷേപ്പ് പോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മിഡിലായിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഈ സ്റ്റാറിൻ്റെ ഓരോ എൻഡിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് മറ്റേ സ്റ്റാർ ഒന്ന് ഒട്ടിച്ചു പിടിപ്പിക്കണം. അങ്ങനെ ഇതിൻ്റെ 5 എൻഡിലും നമ്മളിതൊന്ന് ഒട്ടിച്ചു പിടിപ്പിക്കണേ. പിന്നെ നമ്മുടെ ഈ സ്റ്റാർ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വള്ളി വേണമല്ലോ. അപ്പോൾ അതും ഞാൻ ഈ സെയിം ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെയാണ് എടുക്കുന്നത്. തീരെ കനം കുറഞ്ഞ് ഒരു വള്ളി പോലെ നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതുകൂടെ ഇതിൻ്റെ മിഡിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ 5 പെറ്റൽസും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ ഈസി ആയിട്ട് റെഡിയായി. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് പകരം നമ്മൾ കടയിൽ നിന്ന് എത്ര രൂപ കൊടുത്ത ഓരോ സ്റ്റാറൊക്കെ മേടിച്ച് നമ്മുടെ ട്രീയിലൊക്കെ ഇടുന്നത്, അതിനെക്കാട്ടിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പല കളേഴ്സിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കൊരു ബെല്ലുണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കോമ്പസിൽ ഒരു 4.5 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിലോട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഫോം ഷീറ്റിൻ്റെ ഒരു ടിപ്പിലായിട്ട് നമ്മൾ ഈ കോമ്പസ് ഫിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സെമി സർക്കിളാണ് കിട്ടുന്നത്. ഈ വരഞ്ഞതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബീഡ്സോ പൂക്കളോ ചെറിയ സ്റ്റാറോ വല്ലതും വേണം. ഞാൻ ചെറിയ പൂക്കളാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട്. പിന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കൂടെ വേണം. അതുകൂടെ ഞാൻ ഈ ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കൾ നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് എടുത്തല്ലോ, ആ പീസിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. 2 സൈഡിലായിട്ട് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മിഡിലിൽ ഈ ത്രെഡ് പോലെ വരുന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ മറ്റേ എൻഡിലും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണേ. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെമി സർക്കിളിൻ്റെ മിഡിലായിട്ട്, അതായത് നമ്മൾ കോമ്പസ് കുത്തിയ ആ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തിരിക്കുന്ന ആ ത്രെഡ് പോലത്തെ സാധനം അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ച് നമ്മുടെ കറക്റ്റ് ഒരു ബെൽ ഷേപ്പ് ആയി കിട്ടും. നമ്മൾ കട്ട് ചെയ്യാനോ വേറെ ഒന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ച് അവിടെ നമ്മൾ എൻഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ബെല്ലിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നമ്മുടെ ബെല്ല് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി നമ്മൾ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പൂവിൻ്റെ ഷേപ്പ്, അത് നമ്മുടെ ബെല്ലിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഒരു ഭംഗിയായി കിട്ടുവേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.